നമ്മുടെ ബോർഡ് എക്സാം ഇങ്ങ് അടുത്തോണ്ടിരിക്കുവാണ്. എല്ലാവരും ബോർഡ് എക്സാമിന്റെ പ്രിപ്പറേഷനിലാണ്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് എക്സാംസ് ഒക്കെ കിട്ടുന്നുണ്ട്. ക്രിസ്മസ് എക്സാം, പ്രീ മോഡൽ എക്സാം, മോഡൽ എക്സാം. നമ്മൾ ഓരോ എക്സാം വഴിയും നമുക്ക് നമ്മുടെ മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ബോർഡ് എക്സാമിന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുവാണ് അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? റിവിഷൻ ആണ്. അപ്പം ദർശന അക്കാഡമി റിവിഷൻ ക്ലാസ്സുകൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതിൽ നമ്മൾ ഫിസിക്സിന്റെ ഡ്യുവൽ നേച്ചർ വരെ എത്തി നിൽക്കുവാണ്. ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യത്തെ കുറച്ച് പോർഷൻസിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ലാസ്റ്റ് സെഷനിൽ വർക്ക്ഔട്ട് ചെയ്തു. ഓക്കെ, ഈ സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡ്യുവൽ നേച്ചറിന്റെ ബാക്കി റിമൈനിങ് ടോപ്പിക്സുകളെല്ലാം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോവാം. അതായത് നമ്മുടെ വരുന്ന 2025 ബോർഡ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതുമായ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഇക്വേഷൻ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, അതുപോലെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഡി ബ്രോഗ്ലി വേവ്സ്, ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയാലോ? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്നത് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എഴുതാൻ. ഇപ്പൊ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഫിനോമിനൻ എന്താന്ന് പഠിച്ചു. ആരാ അത് കണ്ടുപിടിച്ചേ? ആദ്യമായിട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഫിനോമിനൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറിച്ച് ഹെർട്സ് ആണ്. അത് കഴിഞ്ഞ് ലെനാർഡും ഹോൾവാക്സും അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. ലാസ്റ്റ് അതിനെ കറക്റ്റ് ആയിട്ട് മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് മെറ്റൽ സർഫസിൽ വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ ആ മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. അതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഫിനോമിനൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ലൈറ്റിനെ ക്യാരി ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആരാ? ഫോട്ടോൺസ്. ഈ ഓരോ ഫോട്ടോണിന്റെയും എനർജി എത്രയാണ്? h എനർജി ഉള്ള ഫോട്ടോൺ ഒരു മെറ്റൽ സർഫസിൽ വന്ന് വീഴുമ്പോൾ h എനർജിയിൽ കുറച്ച് പാർട്ട് ആ മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷന് വേണ്ടി യൂസ് ചെയ്യും, ഇലക്ട്രോണിനെ സർഫസിൽ നിന്നും ഇജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി റിമൈനിങ് എനർജി എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ആ എമിറ്റ് ചെയ്ത് ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്കറിയാം എനർജി എന്ന് പറയുന്നത് ഒരു കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആണ്. എനർജീനെ നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം അല്ലേ. അപ്പൊ ഈ ഫോട്ടോണിന്റെ എനർജീനെ നമ്മൾ അതിന്റെ മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷന് വേണ്ടിയും ബാക്കിയുള്ള എനർജി നമ്മൾ കൈനറ്റിക് എനർജി ഫോട്ടോ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി ആയിട്ടും കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെ എഴുതാം നമുക്കതിനെ മാത്തമാറ്റിക്കലി? ഓരോ ഫോട്ടോണിന്റെയും എനർജി എത്രയാണ്? h വന്ന് വീഴുന്ന ലൈറ്റിന്റെ എനർജിയാണ് h, where h is Planck's constant and nu is the frequency of incident light. അപ്പൊ h എന്ന് പറയുന്നത് ഇൻസിഡന്റ് ലൈറ്റിന്റെ എനർജി. ആ എനർജി എന്തിനൊക്കെ വേണ്ടിയാ യൂസ് ചെയ്യുന്നത്? മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ. എന്തായിരുന്നടാ മക്കളെ വർക്ക് ഫംഗ്ഷൻ? ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി. മിനിമം എനർജി ആണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? റിക്വയർഡ് ടു ഇജക്ട് ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിനെ മെറ്റൽ സർഫസിൽ നിന്നും ഇജക്ട് ചെയ്യാൻ വേണ്ട മിനിമം എമൗണ്ട് ഓഫ് എനർജി. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിച്ചത്. മിച്ചമുള്ള എനർജി എന്ത് ചെയ്യും? ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഒരു ഇലക്ട്രോണിന് കിട്ടാവുന്ന മാക്സിമം കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐൻസ്റ്റീൻ ഈ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എഴുതിയത് എന്തിന്റെ ബേസിസിലാ? ഓൺ ദി ബേസിസ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഓൺ ദി ബേസിസ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി.
എനർജി കൺസർവേഷൻ വെച്ചിട്ടാണ്, ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, അവർ ചോദിച്ച ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. എച്ച് ന്യൂ എന്ന് പറയുന്ന വന്ന് വീഴുന്ന ലൈറ്റിന്റെ എനർജിയാണ് 50 വർക്ക് ഫംഗ്ഷൻ ആൻഡ് മാക്സിമം കൈനറ്റിക് എനർജി ഈസ് ദി കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ്. എമിറ്റ് ചെയ്ത ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി. സെക്കൻഡ് പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? ആൻഡ് മെൻഷൻ വിച്ച് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഇൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദിസ് ഇക്വേഷൻ. ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അല്ലേ? ആ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ മാക്സിമം കൈനറ്റിക് എനർജി, മാക്സിമം കൈനറ്റിക് എനർജിനെ നമുക്ക് എങ്ങനെ എഴുതാം? എച്ച് ന്യൂ മൈനസ് 50. ഓക്കെ, അപ്പോൾ 50നെ നമുക്ക് ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി എഴുതാം. ഇൻ ടേംസ് ഓഫ് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്താണ്? എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ 0. ഓക്കെ, അല്ലെങ്കിൽ എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ 0. അപ്പോൾ ഈ ഡിഫറൻസ് ഫ്രീക്വൻസി, വന്ന് വീഴുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി മൈനസ് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം. കാരണം നമുക്കറിയാം ഈ കൈനറ്റിക് എനർജി എപ്പോഴേലും നെഗറ്റീവ് ആവുമോ? ഇല്ല, കൈനറ്റിക് എനർജി ഈസ് ഓൾവേസ് പോസിറ്റീവ്. കൈനറ്റിക് എനർജി എപ്പോഴും പോസിറ്റീവ് ആണ്. വിച്ച് മീൻസ് ന്യൂ മൈനസ് ന്യൂ 0 എങ്ങനെയായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ന്യൂ മൈനസ് ന്യൂ 0 പോസിറ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ വന്ന് വീഴുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി എപ്പോഴും ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് ഫ്രീക്വൻസി ആയിരിക്കണ്ടേ? ആയിരിക്കണം. എങ്കിലല്ലേ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന് കൈനറ്റിക് എനർജി കിട്ടത്തുള്ളൂ. എങ്കിലല്ലേ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യത്തുള്ളൂ. യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതല്ലേ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു കണ്ടീഷൻ ഇതല്ലേ? വന്ന് വീഴുന്ന ലൈറ്റിന് ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉണ്ടായിരിക്കണം, ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ഫ്രം എ സർഫസ് വെൻ ഫോട്ടോൺസ് ഓഫ് എനർജി 6 ഇലക്ട്രോൺ വോൾട്ട് fall on it is 4 ഇലക്ട്രോൺ വോൾട്ട്. ആ ഒരു സെന്റൻസ് ഇച്ചിരി ലെങ്തി സെന്റൻസ് ആണല്ലേ? അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് തന്നിരിക്കുന്നത്? കൈനറ്റിക് എനർജി തന്നിട്ടുണ്ടോ? എമിറ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന്റെ മാക്സിമം കൈനറ്റിക് എനർജി തന്നിട്ടുണ്ടോ? ഉണ്ട്. എത്രയാണ്? മാക്സിമം കൈനറ്റിക് എനർജി ഓൺ ഇറ്റ് ഈസ്, അല്ലേ? തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ക്വാണ്ടിറ്റി, ലാസ്റ്റ് ആണ് അവരതിന്റെ മെഷർ തന്നിരിക്കുന്നത്. ഓൺ ഇറ്റ് ഈസ് എത്രയാണ്? 4 ഇലക്ട്രോൺ വോൾട്ട്. മാക്സിമം കൈനറ്റിക് എനർജി 4 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ 6 ഇലക്ട്രോൺ വോൾട്ട് എന്താ? 6 ഇലക്ട്രോൺ വോൾട്ട് ഇറ്റ് ഈസ് ദ എനർജി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. ഇൻസിഡന്റ് ലൈറ്റിന്റെ എനർജിയാണ്. ഇതിൽ നിന്ന് നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ അവർ ചോദിച്ചിരിക്കുന്നത്? ദി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? V0. ഫോട്ടോ കറണ്ട് 0 ആവാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ കൊടുക്കുന്ന ആ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, റീടാർഡിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും മാക്സിമം കൈനറ്റിക് എനർജിയും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട്. എന്താ റിലേഷൻ? മാക്സിമം കൈനറ്റിക് എനർജി ഈക്വൽ ടു ചാർജ് ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. എനർജീനെ നമുക്ക് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ എഴുതാം അല്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രയാന്ന് ഇക്വേറ്റ് ചെയ്തില്ലേ? 4 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു ഈ V0. രണ്ട് സൈഡിലും ഇലക്ട്രോണിന്റെ ചാർജ് ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രയെന്ന് നമുക്ക് കിട്ടും? 4 വോൾട്ട് എന്ന് കിട്ടും. ഏതാണ് ആൻസർ? സി, ഓപ്ഷൻ സി, 4 വോൾട്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് വീണ്ടും ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ദ എമിറ്റർ ഇൻ എ ഫോട്ടോ ഇലക്ട്രിക് ട്യൂബ് ഹാസ് എ ത്രെഷോൾഡ് വേവ് ലെങ്ത്. ത്രെഷോൾഡ് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. ത്രെഷോൾഡ് വേവ് ലെങ്ത് ഈസ് റെപ്രസെന്റഡ് ബൈ
lambda 0, which is 6000 angstrom. Okay, determine the wavelength of light incident on the tube. എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻസിഡന്റ് ലൈറ്റിന്റെ wavelength. If the stopping potential for this light is 2.5 V. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട് 2.5 വോൾട്ട്. ഓക്കെ, അങ്ങനെയാണ് ഇവരെ 3 പേരെയും കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? അറിയാം. ഏതാ ഇക്വേഷൻ? ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഇക്വേഷൻ. എന്തായിരുന്നു ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഇക്വേഷൻ? മാക്സിമം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു hν മൈനസ് φ0. ഓക്കെ, അതിൽ മാക്സിമം കൈനറ്റിക് എനർജിക്ക് നമുക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ ടേംസിൽ എഴുതാം. എങ്ങനെയാ? മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് eV0 ആണ്. ഓക്കെ, അതുപോലെ ഫ്രീക്വൻസിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത് എഴുതാം. എങ്ങനെയാണ്? ന്യൂ ഈസ് ഈക്വൽ ടു c ബൈ ലാംഡ ആണ്. അപ്പം hc/λ എന്ന് എഴുതാം. അതുപോലെ വർക്ക് ഫംഗ്ഷനെ ഇൻ ടേംസ് ഓഫ് ത്രെഷോൾഡ് വേവ് ലെങ്ത് എഴുതാം. എങ്ങനെ എഴുതാം? hc/λ0. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്ന ഇവിടെ തന്നിരിക്കുന്ന സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 2.5 ആണ്. അപ്പം 2.5 ചാർജ് ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു വോൾട്ട് ഈക്വൽ ടു hc/λ. ഈ hc/λ, h എന്ന് പറയുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് നമുക്കറിയാം. c സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്, ലാംഡ നമുക്ക് കണ്ടുപിടിക്കേണ്ട വേവ് ലെങ്ത് ആണ്. ഓക്കെ, മൈനസ് hc/λ0. λ0 എത്രയാണ്? 6000 ആംസ്ട്രം ആണ് അല്ലേ? അപ്പൊ നമുക്കറിയാം ഈ hc/λ എന്ന് പറയുന്നത് എനർജി ആണ് അല്ലെ? എനർജിയാണ്. എനർജിയാണ് എന്ത്? hν നമ്മൾ എഴുതാറ്, അല്ലെങ്കിൽ hc/λ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ്. അപ്പം ഈ എനർജി എന്ന് പറയുന്നത് നമ്മൾ എന്തിലാണ് മെഷർ ചെയ്യുന്നത്? എനർജിയുടെ യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് എന്താണ്? ജൂളാണ്. എനർജിയുടെ SI യൂണിറ്റ് ജൂളാണ്. അപ്പൊ നമ്മളിവിടെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഇതിനെല്ലാം SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്താണ് നോർമലി ചെയ്യുന്നത് അല്ലേ? പക്ഷെ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിലാണ് നമ്മുടെ മെഷർമെന്റ് കിടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു എനർജി കിടക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ hc/6000 ആംസ്ട്രം, hc/λ0നെ ഞാൻ ഇലക്ട്രോൺ വോൾട്ടിൽ റെപ്രസെന്റ് ചെയ്യുവാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനെ എനിക്ക് 2.5 ഇലക്ട്രോൺ വോൾട്ട് ഈക്വൽ ടു hc/λ മൈനസ് h എത്രയാണ്? 6.6 ഇൻറ്റു 10⁻⁻34. c എന്ന് പറയുന്നത് 3 ഇൻറ്റു 10⁸ ആണ്, ഡിവൈഡ് ബൈ 6000 ആംസ്ട്രം എന്ന് പറയുന്നത് 10⁻⁻10. ഇപ്പം കിട്ടിയിരിക്കുന്ന ഈ ക്വാണ്ടിറ്റി എന്തിലാണ്? ജൂളിലാണ്. ഓക്കെ, ജൂളിനെ നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാം അല്ലെ? എങ്ങനെയാണ്? 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.6 ഇൻറ്റു 10⁻⁻19 ജൂൾ ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ ഇലക്ട്രോൺ വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 10⁻⁻19. അപ്പൊ എനിക്ക് എന്തിൽ കിട്ടി? ഇലക്ട്രോൺ വോൾട്ടിൽ കിട്ടി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ hc/λ എനിക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു മെഷർമെന്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2.06 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് hc/λ 4.56 ഇലക്ട്രോൺ വോൾട്ട് എന്ന് എഴുതാം. ഓക്കെ, ഇനി ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ലാംഡ ഈസ് ഈക്വൽ ടു hc/4.56 ഇലക്ട്രോൺ വോൾട്ട്. ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളിലോട്ടാക്കാൻ 1.6 ഇൻറ്റു 10⁻⁻90, വിച്ച് ഈസ് 2741 ആംസ്ട്രം. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2741 ആംസ്ട്രം എന്ന് പറഞ്ഞ് ആൻസർ കിട്ടും. ഇച്ചിരി ലെങ്തി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓർത്തോണം, വർക്ക് ഫംഗ്ഷനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. അപ്പൊ ഇവിടെ ഒരു കൺവേർഷൻ മിസ്റ്റേക്ക് വരുത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഇലക്ട്രോൺ വോൾട്ടിൽ തന്നിരിക്കുന്നതിനെ നമ്മൾ മനസ്സിലാക്കണം, അത് ഇലക്ട്രോൺ വോൾട്ട് ആണ്. എന്തെങ്കിലും ജൂളിൽ തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് വേവ് ലെങ്ത് തന്നിരിക്കുന്ന ആംസ്ട്രത്തിലാണ്, അതിനെ നേരെ നമ്മൾ SI യൂണിറ്റിലോട്ടൊക്കെ ആക്കി ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ചെയ്യരുത്. യൂണിറ്റ് നോക്കി തന്നെ വേണം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ.
ഓക്കെ, ഇപ്പൊ എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണ്, പക്ഷേ വർക്ക് ഫംഗ്ഷനെ നമ്മൾ ഇലക്ട്രോൺ വോൾട്ടിലാണ് മെഷർ ചെയ്തിരിക്കുന്നത് ഈ ചാപ്റ്ററിൽ. അതുകൊണ്ട് ആ ഒരു എനർജി കൺവേർഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കിയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, then our next question, how would the stopping potential for a given photosensitive surface changes if? ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? എന്തൊക്കെ കണ്ടീഷൻസ് മാറുമ്പോഴാ? ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതുപോലെ ഇന്റൻസിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ എക്സ്പെരിമെന്റ് ചെയ്ത് അതിന്റെ ഒബ്സർവേഷൻസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡന്റ് ഓൺ ഫ്രീക്വൻസി ആൻഡ് ഇൻഡിപെൻഡന്റ് ഓൺ ഇന്റൻസിറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഇക്വേഷൻ വെച്ച് നമുക്ക് അതിനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെ നമുക്ക് എങ്ങനെ എഴുതാം? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എച്ച് ന്യൂ മൈനസ് ഫൈവ് സീറോ. കാരണം മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? ഈ വി സീറോ ആണ്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ എന്ന് എഴുതാലോ. കാരണം വർക്ക് ഫംഗ്ഷൻ എച്ച് ന്യൂ സീറോ ആണ്. എച്ച് കോമൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ. കുഴപ്പമില്ലല്ലോ? ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെ എനിക്ക് എച്ച് ബൈ ഇ ന്യൂ മൈനസ് ന്യൂ സീറോ ഇങ്ങനെ എഴുതത്തില്ലേ? എഴുതാം. അപ്പൊ ഇവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ന്യൂ ആണ്. വന്ന് വീഴുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി ന്യൂ ആണ്. ന്യൂ വാല്യൂ ഇൻക്രീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ മൊത്തത്തിലുള്ള വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. വിച്ച് മീൻസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്തു മീൻസ് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്തു. മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഇൻക്രീസസ്. ഓക്കെ, ഈ ഇക്വേഷനകത്ത് എവിടെയെങ്കിലും ഇന്റൻസിറ്റിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇന്റൻസിറ്റിയുടെ ഇൻഡിപെൻഡന്റ് ആണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഇന്റൻസിറ്റി എന്തൊക്കെയാണെങ്കിലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് വിഷയമില്ല. പക്ഷെ ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും മാറും. ഓക്കെ, ഫ്രീക്വൻസി കൂടിയാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടും. ഫ്രീക്വൻസി കുറവാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കുറവായിരിക്കും. ഇന്റൻസിറ്റിക്ക് ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, then our next question, what is the effect of velocity? ആരുടെയാ? എമിറ്റ് ചെയ്ത ഫോട്ടോ ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി എന്ത് മാറ്റം വരും when wavelength of incident light is decreased? വേവ് കുറഞ്ഞു കഴിഞ്ഞാൽ എമിറ്റ് ചെയ്ത ഇലക്ട്രോൺസിന്റെ വെലോസിറ്റിക്ക് എന്ത് ഡിഫറൻസ് ആണ് ഉണ്ടാവുന്നത്? എന്ത് എഫക്റ്റ് ആണുള്ളത്? വീണ്ടും നമുക്ക് എന്ത് എഴുതാം? ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എഴുതാം. എന്തായിരുന്നു ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ? മാക്സിമം കൈനറ്റിക് എനർജി ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് ഫൈവ് സീറോ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വേവ് ലെങ്തുമായിട്ടുള്ള റിലേഷൻ ആണ് അറിയേണ്ടത്. അപ്പൊ നമ്മൾ ഫ്രീക്വൻസിനെ മാറ്റി വേവ് ലെങ്തിന്റെ ടേംസിൽ എഴുതണം. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസിനെ മാറ്റി വേവ് ലെങ്തിന്റെ ടേംസിൽ എഴുതുമ്പോൾ എച്ച് സി ബൈ ലാംഡ മൈനസ് ഫൈവ് സീറോ. എച്ച് സി ബൈ ലാംഡ മൈനസ് ഫൈവ് സീറോ. മാക്സിമം കൈനറ്റിക് എനർജീനെ നമുക്ക് വെലോസിറ്റിയുടെ ടേംസിൽ എഴുതത്തില്ലേ? എഴുതാം. നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ ആണ്. ഇവിടെ മാക്സിമം കൈനറ്റിക് എനർജി ആണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി എങ്ങനെയായിരിക്കും? മാക്സിമം ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കതിനെ ഹാഫ് എം വി മാക്സിമത്തിന്റെ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഈ വേവ് ലെങ്ത് ലാംഡ വാല്യൂ കുറയുവാണെന്നുണ്ടെങ്കിൽ എച്ച് സി ബൈ ലാംഡ എന്ന് പറയുന്ന ആ ടേമിന് എന്ത് സംഭവിക്കും? ലാംഡ വാല്യൂ കുറഞ്ഞു, ഡിനോമിനേറ്റർ വാല്യൂ കുറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എച്ച് സി ബൈ ലാംഡ വാല്യൂ എന്ത് സംഭവിക്കും? ആ ഒരു ടേം കംപ്ലീറ്റ്ലി കൂടും. ഡിനോമിനേറ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ ആ ടേം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ആ ടേം ഇൻക്രീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഡിഫറൻസിന് എന്ത് സംഭവിക്കും? എച്ച് സി ബൈ ലാംഡ മൈനസ് ഫൈവ് സീറോ. എച്ച് സി ബൈ ലാംഡ മൈനസ് ഫൈവ് സീറോ എന്ന് പറയുന്ന ഈ ടേം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ,
വിച്ച് മീൻസ് ഹാഫ് എം വി സ്ക്വയറിന് എന്ത് സംഭവിച്ചു? ഹാഫ് എം വി സ്ക്വയർ ഇൻക്രീസ് ചെയ്തു. ഹാഫ് എം വി മാക്സിമത്തിന്റെ സ്ക്വയർ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 1/2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, വിച്ച് ഈസ് 0.5. എം എന്ന് പറയുന്നത് മാസ് ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ആണ്, ദാറ്റ് ഈസ് അഗെയിൻ എ കോൺസ്റ്റന്റ്, 9.1 × 10⁻⁻31. അപ്പം പിന്നെ ആരാ കൂടുന്നത്? നമ്മുടെ വെലോസിറ്റി, ഫോട്ടോ ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? വേവ് ലെങ്ത് കുറയുവാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഓഫ് എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസ് വിൽ ഇൻക്രീസ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലും പറയാം, വേവ് ലെങ്ത് കുറവാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. കാരണം ഈ വേവ് ലെങ്തും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് അല്ലേ? വേവ് ലെങ്ത് കുറവാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. ഫ്രീക്വൻസി കൂടുതലാണെന്നുണ്ടെങ്കിൽ, വന്നു വീഴുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി കൂടുതലാണെന്നുണ്ടെങ്കിൽ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന് കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും അല്ലേ? മാക്സിമം കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കേസിൽ വെലോസിറ്റി എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. രണ്ട് രീതിയിൽ നമുക്കിതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ വെച്ച് ഇത് നമ്മൾ നോർമലി നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് സ്റ്റഡി വെച്ച്, എക്സ്പെരിമെന്റൽ സ്റ്റഡി വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. രണ്ട് രീതിയിലും നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു ദി അതർ ക്വസ്റ്റ്യൻ. ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, നമുക്കത് വായിച്ചു നോക്കാം അല്ലേ? റേഡിയേഷൻ ഓഫ് ഫ്രീക്വൻസി 10⁻15 Hz is incident on 3 photosensitive surfaces A, B and C. ഒരു റേഡിയേഷൻ, അതിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 10⁻15 Hz ആണ്. അത് 3 സർഫസിൽ വന്ന് വീഴുന്നുണ്ട്. എ, ബി, സി എന്ന് പറയുന്ന 3 സർഫസിൽ വന്ന് വീഴുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ഒബ്സർവേഷൻസ് അവരവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, സർഫസ് എ, നോ ഫോട്ടോ എമിഷൻ ഒക്വേഴ്സ്. ഫോട്ടോ എമിഷൻ നടന്നിട്ടില്ല. ഫോട്ടോ എമിഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ അല്ലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വന്ന് വീഴുന്ന ലൈറ്റിന്റെ ആ ഒരു ഫ്രീക്വൻസി എത്രയായിരുന്നു? 10⁻15 Hz. അത് ത്രെഷോൾഡ് ഫ്രീക്വൻസിനേക്കാളും കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് അറിയണം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ഡെഫിനിഷനിൽ തന്നെ പറയുന്നുണ്ട്, വന്ന് വീഴുന്ന ലൈറ്റിന് ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി വേണം, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് ഫ്രീക്വൻസി. ത്രെഷോൾഡ് ഫ്രീക്വൻസിനേക്കാളും ഗ്രേറ്റർ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വന്ന് വീണാൽ മാത്രമേ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇവിടെ എമിഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ സർഫസ് എയിൽ, നമ്മുടെ എ എന്ന് പറയുന്ന സർഫസിൽ എമിഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വന്ന് വീണ ലൈറ്റിന്റെ ഫ്രീക്വൻസി വിച്ച് ഈസ് 10⁻15 Hz, അത് ലെസ് ദാൻ ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണ്. ആ മെറ്റലിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസിനേക്കാളും കുറവായതുകൊണ്ടാണ് എന്ത് നടക്കാഞ്ഞത്? ഇലക്ട്രോൺ എമിഷൻ നടക്കാഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ന്യൂ ലെസ് ദാൻ ന്യൂ 0 ആണെന്നുണ്ടെങ്കിൽ ന്യൂ മൈനസ് ന്യൂ 0 ഒരു നെഗറ്റീവ് വാല്യൂ വരത്തില്ലേ? കൈനറ്റിക് എനർജി അപ്പൊ എത്ര വന്നേനെ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഇക്വേഷൻ വെച്ച് കൈനറ്റിക് എനർജി ഒരു നെഗറ്റീവ് വാല്യൂ വന്നേനെ. നെഗറ്റീവ് വാല്യൂ പോസിബിൾ ആണോ? അല്ല. കൈനറ്റിക് എനർജി നെഗറ്റീവ് വാല്യൂ പോസിബിൾ അല്ല, അതുകൊണ്ട് എമിഷൻ നടക്കത്തില്ല. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ സർഫസിൽ എന്ത് സംഭവിക്കുമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്? ഫോട്ടോ എമിഷൻ ഒക്വർ ബട്ട് ദ ഫോട്ടോ ഇലക്ട്രോൺസ് ഹാവ് 0 കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി 0 കൈനറ്റിക് എനർജിയാണ്. അപ്പൊ നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ഇക്വേഷൻ അറിയാം, which is equal maximum kinetic energy is equal to h into nu minus nu 0. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കേസിൽ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ കൈനറ്റിക് എനർജി എത്രയാണ്? 0 ആണ്. കൈനറ്റിക് എനർജി 0 ആണെന്നുണ്ടെങ്കിൽ ന്യൂ മൈനസ് ന്യൂ 0 എത്രയായിരിക്കും? 0 ആയിരിക്കും. ന്യൂ മൈനസ് ന്യൂ 0 മീൻസ് ന്യൂ ഈക്വൽ ടു ന്യൂ 0 ആയിരിക്കും അല്ലേ? വന്നു വീഴുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണ്. അതുകൊണ്ടാണ് കൈനറ്റിക് എനർജി എത്രയായിട്ട് നമുക്ക് കിട്ടിയത്? 0 ആയിട്ട് കിട്ടിയത്. ഓക്കെ, ഇനി മൂന്നാമത്തെ മെറ്റൽ സർഫസിൽ എന്താ സംഭവിക്കുന്ന പറഞ്ഞിരിക്കുന്നത്? ഫോട്ടോ എമിഷൻ ഒക്വേഴ്സ്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നുണ്ട്, ആൻഡ് ഫോട്ടോ ഇലക്ട്രോൺസ് ഹാവ് സം കൈനറ്റിക് എനർജി, കുറച്ച് കൈനറ്റിക് എനർജി ഉണ്ട്, വിച്ച് മീൻസ് ന്യൂ മൈനസ് ന്യൂ 0 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്.
എത്രയോ ഒരു വാല്യൂ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എമിഷൻ നടക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ന്യൂ ഗ്രേറ്റർ ദാൻ ന്യൂ സീറോ. കൈനറ്റിക് എനർജി എന്ത് കിട്ടും? ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടും. കൈനറ്റിക് എനർജി നമുക്കൊരു പോസിറ്റീവ് വാല്യൂ കിട്ടും. ഓക്കെ, ആ കേസ് പോസിബിൾ ആണ്. അപ്പൊ ആദ്യത്തെ കേസിൽ വന്നു വീഴുന്ന ലൈറ്റിന് ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ അത്രയും ഫ്രീക്വൻസി ഇല്ല. രണ്ടാമത്തെ കേസിൽ ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിട്ട് ഒരു ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ആണ് വന്നു വീഴുന്നത്. മൂന്നാമത്തെ കേസിലോ വന്നു വീഴുന്ന ലൈറ്റിന് ത്രെഷോൾഡ് ഫ്രീക്വൻസിനേക്കാളും ഫ്രീക്വൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ കേസിലെയും കൈനറ്റിക് എനർജിയുടെ പ്രത്യേകതയും കണ്ടോ? ത്രെഷോൾഡ് ഫ്രീക്വൻസിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി നെഗറ്റീവ് ആകും. വിച്ച് മീൻസ് കൈനറ്റിക് എനർജി എപ്പോഴും നെഗറ്റീവ് ആകുമോ? ഇല്ല, എമിഷൻ പോസിബിൾ അല്ല. രണ്ടാമത്തെ കേസിൽ കൈനറ്റിക് എനർജി 0 ആണ്. ത്രെഷോൾഡ് ഫ്രീക്വൻസിയും ഇൻസിഡന്റ് ഫ്രീക്വൻസിയും സെയിം ആയതുകൊണ്ട്. മൂന്നാമത്തെ കേസിൽ കൈനറ്റിക് എനർജി നമുക്കൊരു പോസിറ്റീവ് വാല്യൂ കിട്ടും. അപ്പോൾ എമിഷൻ പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, then our next question. In a photoelectric effect experiment, the slope of cutoff voltage versus frequency of incident light. ആരൊക്കെ തമ്മിലുള്ള ഗ്രാഫ് അവർ പറഞ്ഞിരിക്കുന്നേ? കട്ട് ഓഫ് വോൾട്ടേജ്. കട്ട് ഓഫ് വോൾട്ടേജിനെ നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും, അല്ലെ റീടാർഡിങ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. ഓക്കെ, അപ്പം കട്ട് ഓഫ് വോൾട്ടേജും പിന്നെ ആരാണ്? ഫ്രീക്വൻസിയും. കട്ട് ഓഫ് വോൾട്ടേജും ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റും തമ്മിലുള്ള ഗ്രാഫ്, അതിൻ്റെ സ്ലോപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇവർ തമ്മിലുള്ള ഗ്രാഫ് നമുക്ക് വരയ്ക്കണം. ഓക്കെ, വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിലുള്ള റിലേഷൻ നമുക്കറിയണം. ഗ്രാഫ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ എന്താണ് റിലേഷൻഷിപ്പ്? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണോ? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണോ? എന്താണ് ഇവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് അറിയണം. അതിനു വേണ്ടിയിട്ട് ഇവരെ രണ്ടുപേരെയും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്ന ആ ഒരു ഇക്വേഷൻ അതേതാ? ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എഴുതാം നമുക്ക്. ഓക്കെ, ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ആണ് മാക്സിമം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് 50. എച്ച് ന്യൂ മൈനസ് 50. ഇൻ ടേംസ് ഓഫ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസി എഴുതുവാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഈ V0 ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് 50. ഓക്കെ, അല്ലെങ്കിൽ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ V0 ഈക്വൽ ടു എച്ച് ബൈ ഇ ന്യൂ മൈനസ് 50/E. ഇങ്ങനെ റിലേഷൻ കിട്ടും അല്ലേ? ഈ ഒരു ഇക്വേഷൻ നമുക്ക് മാത്സിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഏത് ഇക്വേഷനാ? നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ y ഈക്വൽ ടു mx പ്ലസ് സി. നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്, നമ്മൾ മാത്സിൽ പഠിക്കുന്നതാണ് അല്ലേ? അപ്പോൾ y ഈക്വൽ ടു mx പ്ലസ് സി. അപ്പോൾ ഈ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ എനിക്ക് ഫ്രീക്വൻസി വരയ്ക്കാം, y ആക്സിസിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും മാർക്ക് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാഫ് വെച്ച് നമുക്ക് ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്ത് നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും അല്ലേ? അതിൻ്റെ y ഇന്റർസെപ്റ്റ് ആണ് -50/E. ഇതിൻ്റെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് എന്ന് പറയുന്നത് വിച്ച് ഈസ് h/E. m അല്ലേ സ്ലോപ്പ്? m എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനകത്ത് m ആണ് സ്ലോപ്പ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ സ്ലോപ്പ് എത്ര കിട്ടും? h/E എന്ന് കിട്ടും. ആ h/E വാല്യൂ അല്ലേ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? അതെ. എന്നിട്ട് നമ്മളോട് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എത്രയാന്ന്? ഈ ഗ്രാഫിൽ നിന്നും ഈ ഗ്രാഫിന്റെ സ്ലോപ്പിൽ നിന്നും നമ്മൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഓൾറെഡി നമുക്കറിയാം പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ? എത്രയാണ്? 6.6 × 10⁻⁻34. അത് തന്നെ നമുക്ക് കിട്ടുമോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് h/E ഈക്വൽ ടു എത്രയെന്ന് എഴുതാം? 4.12 × 10⁻⁻50. ഓക്കെ, അതിൽ നിന്നും h എന്ന് പറയുന്നത് 4.12 × 10⁻15 ഇൻറ്റു ഈ എത്രയാണ്? 1.6 × 10⁻90. ഓക്കെ, ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? 4.12 × 1.6 ഈസ് 6.592 ഇൻറ്റു 10⁻34. ഏകദേശം അടുത്തൊരു വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? 6.626 ആണ്. അത് കറക്റ്റ് കിട്ടിയില്ലെങ്കിലും അതിൻ്റെ അടുത്ത്
592. റൗണ്ട് ഓഫ് ചെയ്യുവാണ് നമുക്ക് അതിന് 6.6 എന്ന് എഴുതാം അല്ലേ? റൗണ്ട് ഓഫ് ചെയ്ത് എങ്ങനെ എഴുതാം? 6.6 ഇൻറ്റു 10⁻⁻34 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്ലോപ്പിൽ നിന്നും ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ വെച്ച് ഗ്രാഫ് വരച്ച് അതിന്റെ സ്ലോപ്പിൽ നിന്ന് നമുക്ക് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നും മനസ്സിലായി. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും ദേ ഒരു ഗ്രാഫ്. സെയിം ഗ്രാഫ് ആണോ? ഇപ്പൊ വരച്ച സെയിം ഗ്രാഫ് ആണോ നമുക്ക് തന്നിരിക്കുന്നത്? അല്ല. ആരൊക്കെ തമ്മിലുള്ള ഗ്രാഫാ? കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോണും ലൈറ്റിന്റെ ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗ്രാഫാ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് കണ്ടുപിടിക്കാൻ അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? വർക്ക് ഫംഗ്ഷൻ ഓഫ് ദി മെറ്റൽ. ഈ ഗ്രാഫിൽ നിന്നും ഈ മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫിലെ എന്ത് ക്വാണ്ടിറ്റിയാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് നമുക്ക് അറിയണം. അറിയാൻ വേണ്ടിയിട്ട് y ആക്സിലും എക്സ് ആക്സിലും മാർക്ക് ചെയ്യുന്ന ആ ടേംസ് തമ്മിലുള്ള റിലേഷൻ നമുക്ക് എഴുതി നോക്കാം. എന്തൊക്കെ ടേംസ് എഴുതിയിരിക്കുന്നത്? മാക്സിമം കൈനറ്റിക് എനർജിയും ഫ്രീക്വൻസിയും. അപ്പം മാക്സിമം കൈനറ്റിക് എനർജിയും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഉണ്ട്. എന്താണ്? മാക്സിമം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു hν മൈനസ് 50. ഓക്കെ, വീണ്ടും നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് ഗ്രാഫിലും തന്നിരിക്കുന്നത്. കമ്പയർ ചെയ്യാം. y ഈക്വൽ ടു mx പ്ലസ് c. ഓക്കെ, y ആക്സിസിൽ നമ്മൾ മാക്സിമം കൈനറ്റിക് എനർജി വരച്ചു. സ്ലോപ്പ് എന്ന് പറയുന്നത് m ആണ്. സ്ലോപ്പ് ഈക്വൽ ടു m ഈക്വൽ ടു എന്ത് കിട്ടും? h, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കിട്ടും. അതായത് മാക്സിമം കൈനറ്റിക് എനർജി ഫ്രീക്വൻസി ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ y ഇന്റർസെപ്റ്റ് c എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? y ഇന്റർസെപ്റ്റ് എന്താണ്? y ഇന്റർസെപ്റ്റ് ആണ് c. y ആക്സിസിൽ എവിടെയാണ് ടച്ച് ചെയ്യുന്നതെന്നാണ് c പറയുന്നത്. y ഇന്റർസെപ്റ്റ് c ഈക്വൽ ടു എത്രയെന്ന് എഴുതാം നമുക്ക്? -50. ഓക്കെ, അതുപോലെ എക്സ് ഇന്റർസെപ്റ്റ് എന്താണ്? ഈ ഗ്രാഫിന്റെ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ എക്സ് ഇന്റർസെപ്റ്റ്. അതെന്താണ്? ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പൊ ഇവിടുത്തെ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദി മെറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? y ഇന്റർസെപ്റ്റ് ആണ്. y ഇന്റർസെപ്റ്റിന്റെ നെഗറ്റീവ് വാല്യൂ ആണ് നമുക്ക് വർക്ക് ഫംഗ്ഷൻ ആയിട്ട് കിട്ടുന്നത്. ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായോ? ഓക്കെ, ദെൻ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെ നമ്മളെ സക്സസ്ഫുള്ളി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഫിനോമിനൻ കംപ്ലീറ്റ് ചെയ്തു. ക്വസ്റ്റ്യൻസ് ആ പാർട്ടിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷൻ ഡി ബ്രോഗ്ലി വേവ്സ് അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി മാറ്റർ വേവ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാം. ഓക്കെ, അതിൽ ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ഡി ബ്രോഗ്ലി ഹൈപ്പോത്തിസിസ്. ഒരു ഹൈപ്പോത്തിസിസ് ആയിരുന്നു അല്ലേ? ഒരു എന്താ പറയുന്ന കറക്റ്റ് തിയറി ആയിരുന്നില്ല, ഒരു അസംഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഹൈപ്പോത്തിസിസ് ആണ്. എന്ത് ഹൈപ്പോത്തിസിസ് ആ ഡി ബ്രോഗ്ലി പറഞ്ഞേ? ഇപ്പം ഐൻസ്റ്റീൻ പറഞ്ഞു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരം ഐൻസ്റ്റീൻ എന്താ പറഞ്ഞത്? ലൈറ്റിന് വേവ് ആയിട്ട് മാത്രമല്ല ബിഹേവ് ചെയ്യാൻ പറ്റുന്നത്, പിന്നെയോ പാർട്ടിക്കിൾ ആയിട്ടും ബിഹേവ് ചെയ്യും. ലൈറ്റ് പാർട്ടിക്കിൾ ആയിട്ടും ബിഹേവ് ചെയ്യും. അങ്ങനെ റേഡിയേഷന്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന് വേവ് ആയിട്ടും പാർട്ടിക്കിൾ ആയിട്ടും ബിഹേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാറ്ററിനും എന്ത് ചെയ്യാൻ പറ്റും? വേവ് ആയിട്ടും പാർട്ടിക്കിൾ ആയിട്ടും ബിഹേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ നേച്ചർ എപ്പോഴും സിമട്രിക് ആണ് അല്ലേ? സിമട്രി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആര്? നമ്മുടെ നേച്ചർ. ഇപ്പൊ സപ്പോസ് നമ്മളെ ഇങ്ങനെ നടുവേ ഇങ്ങനെ കണ്ടിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് പോർഷനും റൈറ്റ് പോർഷനും എന്താണ്? സെയിം ആണ്. അതുപോലെ നമ്മളൊരു ലീഫ് എടുത്തിട്ട് അതിന്റെ സെന്ററിൽ കൂടെ കട്ട് ചെയ്യുവാന്ന് വിചാരിക്കാം. അവിടെ നമുക്ക് രണ്ട് പോർഷൻസും എന്തായിട്ടാണ് കിട്ടുന്നത്? ഒരുപോലെയാണ് കിട്ടുന്നത്. അപ്പം നേച്ചറിലുള്ള മോസ്റ്റ് ഓഫ് ദി ഒബ്ജക്റ്റും എന്താണ്? സിമട്രിക് ആണ്. വിച്ച് മീൻസ് നേച്ചർ ലവ് സിമട്രി. അപ്പം റേഡിയേഷന് വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും കാണിക്കാമെങ്കിൽ, അവർ രണ്ട് ബിഹേവിയറും കാണിക്കുമെങ്കിൽ മാറ്ററും എന്ത് ചെയ്യും? വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും കാണിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മാറ്ററുമായിട്ട്, ഒരു ഒബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന വേവിനെ നമ്മൾ
ഡി ബ്രോഗ്ലി മാറ്റർ വേവ്സ് എന്ന് വിളിച്ചു. ഹാവിങ് വേവ് ലെങ്ത് ലാംഡ. മൊമെന്റം ഉള്ള എല്ലാ ബോഡിക്കും ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. മൊമെന്റം ഉള്ള ബോഡിയുടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്തിനെ നമ്മൾ ലാംഡ എന്ന് റെപ്രസെന്റ് ചെയ്തു, വിച്ച് ഈസ് h/p. ഒരു ബോഡിക്ക് മൊമെന്റം ഉണ്ട്, പി ആണ് എങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മാറ്റർ വേവ്സിന്റെ വേവ് ലെങ്ത്, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡ ഈക്വൽ ടു h/p ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഒരു ഒബ്ജക്റ്റ് ആണ് അല്ലെ, നമ്മളെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പൊ നമ്മളൊരു മാറ്റർ ആണ്. അങ്ങനെയാണ് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു വേവ് ഉണ്ടോ? നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിലൂടെ അത് നോക്കാം. ഓക്കെ, അപ്പം ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ് എന്തായിരുന്നു? റേഡിയേഷൻ ഡ്യുവൽ നേച്ചർ കാണിക്കുമെങ്കിൽ മാറ്ററും എന്ത് ചെയ്യും? ഡ്യുവൽ നേച്ചർ കാണിക്കും. ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണ്? വേവ് ലൈക്ക് പ്രോപ്പർട്ടീസും കാണിക്കും, പാർട്ടിക്കിൾ ലൈക്ക് പ്രോപ്പർട്ടീസും കാണിക്കും. അങ്ങനെയാണെങ്കിൽ റേഡിയേഷൻ എപ്പോഴാണ് പാർട്ടിക്കിൾ ലൈക്ക് പ്രോപ്പർട്ടി കാണിക്കുന്നത്? ചില സിറ്റുവേഷനിലൊക്കെ റേഡിയേഷൻ പാർട്ടിക്കിൾ ആയിട്ട് ബിഹേവ് ചെയ്യും. എപ്പോഴാ? മാറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പം. മാറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ പാർട്ടിക്കിൾ ആയിട്ട് ബിഹേവ് ചെയ്യും. ഓക്കെ, അപ്പം ഡി ബ്രോഗ്ലി വേവ്സിനെ പറ്റിയുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റൈറ്റ് ദി എക്സ്പ്രഷൻ. എന്താണ് ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു. അടുത്ത നമ്മളോട് ചോദിച്ചിരിക്കുവാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഡി ബ്രോഗ്ലി വേവ് ലെങ്തിന്റെ ഇക്വേഷൻ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അതിനവർ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അസോസിയേറ്റഡ് വിത്ത് എ ചാർജ്ഡ് പാർട്ടിക്കിൾ, ഒരു ചാർജ്ഡ് പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എത്രയാണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിന്റെ ചാർജ് എത്രയാണ്? Q ആണ്. ഹാവിങ് മാസ് m when it is accelerated by a potential. എഴുതിയാലോ? എഴുതാം. ഓക്കെ, ഇപ്പം ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്തായിരുന്നു? ലാംഡ ഈക്വൽ ടു h/p. h/p, where h is Planck's constant and p is momentum of the object. ആ ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റം ആണ് p. ഇപ്പൊ നമ്മൾ +1 മൊമെന്റവും കൈനറ്റിക് എനർജിയും തമ്മിൽ ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? കൈനറ്റിക് എനർജി ഈക്വൽ ടു p²/2m. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. എനർജി ഈസ് ഈക്വൽ ടു, അല്ലെ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p²/2m. അതിൽ നിന്ന് നമുക്ക് മൊമെന്റത്തിനെ എങ്ങനെ എഴുതാം? മൊമെന്റം ഈസ് √2 times m into e. ഓക്കെ, ഈ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? ഇപ്പൊ എന്ത് കിട്ടും? h/√2me. ഓക്കെ, ഇനി നമ്മൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഈ എനർജീനെ നമുക്ക് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ എന്ന് എഴുതാം. എനർജീനെ ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി ബ്രോഗ്ലി വേവ് ലെങ്തിന്റെ ഇക്വേഷൻ എങ്ങനെ മാറും? h/√2 ഇൻറ്റു m ഇൻറ്റു q ഇൻറ്റു v. ഓക്കെ, അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചതിന്റെ ആൻസർ ആയില്ലേ? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഹാവിങ് ചാർജ് q ആൻഡ് മാസ് m. മാസ് m ഉള്ള, ചാർജ് q ഉള്ള പാർട്ടിക്കിളിനെ നമ്മളൊരു പൊട്ടൻഷ്യൽ വിയിൽ ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ് h/√2mqv. ഓക്കെ, അപ്പൊ ഇതൊരു ഇലക്ട്രോൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? മാസും ചാർജും ഇലക്ട്രോണിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സപ്പോസ് ഇത് പ്രോട്ടോൺ ആണെന്നുണ്ടെങ്കിൽ മാസും ചാർജും പ്രോട്ടോണിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഒരു ആൽഫ പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ, ആൽഫ പാർട്ടിക്കിൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താ ആൽഫ പാർട്ടിക്കിൾ? ഹീലിയം ന്യൂക്ലിയേഴ്സ് ആണ് അല്ലെ? ഹീലിയം ന്യൂക്ലിയേഴ്സ് ആണ്. ഹീലിയം ന്യൂക്ലിയേഴ്സ് എന്ന് പറയുമ്പോൾ മാസ് 4 times പ്രോട്ടോൺ വരും, ചാർജ് 2 times പ്രോട്ടോൺ വരും. മാസും ചാർജും ആൽഫ പാർട്ടിക്കിളിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കിട്ടും നമുക്ക്. ഓക്കെ, then our next question. A body of mass 1 kilogram, 1 kilogram mass ഉള്ള ഒരു ബോഡി is moving with a velocity 1 meter per second. A wave is associated with this body. ഓക്കെ, മൊമെന്റം ഉണ്ട്. മൊമെന്റം ഉള്ള ബോഡിക്ക് മാത്രമേ എന്തുള്ളൂ? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഉള്ളൂ. വിച്ച് മീൻസ് മൂവ് ചെയ്യുന്ന
ഒരു പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്തേ എന്തുള്ളൂ? ഡി ബ്രോഗ്ലി വേവ്സ് ഉള്ളൂ. റെസ്റ്റിലിരിക്കുന്ന പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഡി ബ്രോഗ്ലി വേവ്സ് ഉണ്ടോ? ഇല്ല. അപ്പം ഡി ബ്രോഗ്ലി വേവ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാറ്റർ വേവ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള വൺ ഓഫ് ദി കണ്ടീഷൻ ആണ് എന്ത്? പാർട്ടിക്കിൾ മൂവ് ചെയ്യണം. മൂവിങ് വിത്ത് എ വെലോസിറ്റി ആയിരിക്കണം, വിച്ച് മീൻസ് ഒരു മൊമെന്റം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു വേവ് ഉള്ളൂ, മാറ്റർ വേവ്സ് ഉള്ളൂ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു ബോഡിയാണ് വിച്ച് ഈസ് മൂവിങ്. 1 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണത് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന വേവിന്റെ പേര്, നെയിം ദി വേവ്. ഏതാ വേവ്? ഡി ബ്രോഗ്ലി വേവ്സ് അല്ലെങ്കിൽ മാറ്റർ വേവ്സ്. നമുക്ക് ആ വേവ്സിനെ എന്ത് പറയാം? മാറ്റർ വേവ്സ്. മാറ്റർ വേവ്സ്. ഓക്കെ, അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്? ക്യാൻ യു മെഷർ ദ വേവ് ലെങ്ത് ഓഫ് ദിസ് വേവ്? ഈ വേവിന്റെ വേവ് ലെങ്ത് മെഷർ ചെയ്യാവോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിനിപ്പോൾ എന്താ, നമുക്ക് മെഷർ ചെയ്യാം അല്ലേ? നമുക്ക് ഇക്വേഷൻസ് ഒക്കെ അറിയാം. നമ്മൾ അത് വെച്ച് ഈ ഒരു വേവിന്റെ 1 കിലോഗ്രാം മാസ് ഉള്ള 1 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുന്ന ഈ ഒരു വേവിന്റെ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, അതായത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം, വിച്ച് ഈസ് ലാംഡ ഈസ് ഈക്വൽ ടു h/p. ഓക്കെ, പീനെ നമുക്ക് എന്ത് എഴുതാം? ഇൻ ടേംസ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. മൊമെന്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ഈ വാല്യൂസ് ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാം. h എന്ന് പറയുന്നത് 6.626 ഇൻറ്റു 10⁻⁻34 ആണ്. മാസ് ഓഫ് ദി ബോഡി 1 കിലോഗ്രാം, ഓൾറെഡി SI യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്. വെലോസിറ്റി ഓഫ് ദ ബോഡി അഗെയിൻ 1 മീറ്റർ പെർ സെക്കൻഡ്, വിച്ച് ഈസ് ഓൾസോ ഇൻ SI യൂണിറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്, മാറ്റർ വേവ്സിന്റെ വേവ് ലെങ്ത് എത്ര കിട്ടും? 6.626 ഇൻറ്റു 10⁻⁻34 മീറ്റർ. ഈ വേവ് ലെങ്ത് എങ്ങനെ? ഒരു വലിയ ക്വാണ്ടിറ്റി ആണോ, ഒരു ചെറിയ ക്വാണ്ടിറ്റി ആണോ, അല്ലെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി ആണോ? നിങ്ങൾ ആ വാല്യൂ ഒന്ന് നോക്കിയാ, നമുക്ക് കിട്ടിയ ആൻസർ ഒന്ന് നോക്കി. 6.6 ഇൻറ്റു 10⁻⁻34. 10⁻⁻34 എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആണ്. ഇലക്ട്രോണിന്റെ മാസിനേക്കാളും ചെറിയ വാല്യൂ ആണ് അല്ലേ? അപ്പം അത്രയും ചെറിയ വാല്യൂ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? 10⁻⁻34 മീറ്റർ എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അത്രയും ചെറിയ വേവ് ലെങ്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മാസ് കൂടുതലുള്ള ബോഡിയുടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് നമുക്ക് പ്രാക്ടിക്കലി മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു വേവ് ലെങ്ത് അല്ല. അതായത് ഈ ഒരു വേവ് ലെങ്ത് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആണ് നമുക്ക് പറയാം. നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു വേവ് ലെങ്ത് ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ഹ്യൂമൻ ബോഡി ആണെന്നുണ്ടെങ്കിൽ 50, 60, 70 ഒക്കെയാണ് നമ്മുടെ വെയിറ്റ് വരുന്നത് അല്ലേ? അപ്പം അത്രയും വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വാല്യൂ ആയിരിക്കും നമ്മുടെ മാസും. ഓക്കെ, അപ്പം അത്രയും വലിയ മാസ് ഉള്ള നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്തില്ല? ഡി ബ്രോഗ്ലി വേവ്സ് ഇല്ല. പിന്നെ എങ്ങനെയുള്ള പാർട്ടിക്കിൾസ് ആണ്, എങ്ങനെയുള്ള മാറ്ററുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഡി ബ്രോഗ്ലി വേവ്സ് ഉള്ളത്? മാസ് വളരെ ചെറുതായിട്ടുള്ള പാർട്ടിക്കിൾസ്, വിച്ച് മീൻസ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഡി ബ്രോഗ്ലി വേവ്സ്. സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്തുണ്ട്? മാറ്റർ വേവ്സ് ഉണ്ട്. ഓക്കെ, മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, നമ്മളെ പോലെയുള്ള നമ്മൾ ചുറ്റും കാണുന്ന മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കൊരു മാറ്റർ വേവ്സ് പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ മാസ് ഭയങ്കര കൂടുതലാണ്. മാസ് ഓൾറെഡി നമ്മുടെ ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പം ഡിനോമിനേറ്റർ വാല്യൂ കൂടുവാണെന്നുണ്ടെങ്കിൽ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കുറയും. അപ്പം മാസ് കൂടുതലുള്ള ഒബ്ജക്റ്റിന്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് മെഷറബിൾ അല്ല. ഇറ്റ് ഈസ് വെരി സ്മോൾ, നെഗ്ലിജിബിളി സ്മോൾ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം എന്ത് ടൈപ്പ് പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് മാറ്റർ വേവ്സ് ഉള്ളത്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ആരൊക്കെയായി സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്? നമ്മുടെ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ആൽഫ പാർട്ടിക്കിൾ, ന്യൂട്രോൺ, ഇവരൊക്കെയാണ് എന്ത്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. അപ്പൊ അവരുമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തുണ്ട്? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഉണ്ട്, അല്ലെങ്കിൽ മാറ്റർ വേവ്സ് ഉണ്ട്. ഓക്കെ,
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. പ്ലോട്ട് എ ഗ്രാഫ്. ഒരു ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ തമ്മിലുള്ള ഗ്രാഫാണ് വരയ്ക്കണ്ടേ? ഷോയിങ് വേരിയേഷൻ ഓഫ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് associated with a charged particle of mass m versus 1/√v. ഓക്കെ, അപ്പം വേവ് ലെങ്ത് ലാംഡയും 1/√v തമ്മിലുള്ള ഗ്രാഫാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ ആദ്യം ഈ ഗ്രാഫ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇവർ തമ്മിലുള്ള റിലേഷൻ വേണം. ഇവർ തമ്മിലുള്ള റിലേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ കുറച്ച് മുമ്പേ ഡിറൈവ് ചെയ്തായിരുന്നു അല്ലെ. ലാംഡ ഈസ് ഈക്വൽ ടു h/2mqvയുടെ റൂട്ട് അല്ലേ. അതിൻ്റെ അകത്തുനിന്ന് റൂട്ട് വി നമുക്ക് പുറത്തെടുത്താലോ. h/√2mq ഇൻറ്റു 1/√v. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ y ഈക്വൽ ടു mx, y ഇന്റർസെപ്റ്റ് ഇല്ല, അതുകൊണ്ടാണ് y ഈക്വൽ ടു mx എന്ന് പറയുന്ന റിലേഷൻ എടുത്തത്. ഈ റിലേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്യത്തില്ലേ നമുക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഗ്രാഫ് വരയ്ക്കാം? y ആക്സിസിൽ എന്ത് വേണമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്? y കറസ്പോണ്ട്സ് ടു ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ, x കറസ്പോണ്ട്സ് ടു 1/√v. ഓക്കെ, അപ്പം ഇതെന്തായിരിക്കും? h/√2mq എന്ന് പറയുന്നത് സ്ലോപ്പാണ്, വിച്ച് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ. y ഇന്റർസെപ്റ്റ് അവിടെ 0 ആണ്, അതുകൊണ്ടാണ് വിച്ച് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ അവർ ചോദിച്ചിട്ടുണ്ട്. ഹൗ ഡസ് ദിസ് ഗ്രാഫ് ഗീവ് us the information regarding magnitude of charge of particle? അതായത് ഈ ക്യൂവിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻ നമുക്ക് ഈ ഗ്രാഫിൽ നിന്നും എങ്ങനെ കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്യൂ എന്ന് പറയുന്ന ആ ഒരു ടേം അടങ്ങിയിരിക്കുന്ന ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അതെന്താണ്? സ്ലോപ്പ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നതിനെ h/√2mq എന്ന് എഴുതത്തില്ലേ. ഇതിൽ നിന്നും ക്യൂ കാൽക്കുലേറ്റ് ചെയ്തില്ലേ? ചെയ്യാം. എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പം സ്ലോപ്പിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് h²/2mq, അല്ലെങ്കിൽ q is equal to h²/2m ഇൻറ്റു സ്ലോപ്പിന്റെ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ വഴി നമുക്ക് ആ ചാർജ് എന്ത് ടൈപ്പ് ചാർജ് ആണെന്നുള്ള ഇൻഫോർമേഷനും കിട്ടും. ആ ചാർജ് എത്രയാണെന്നുള്ള കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, വീണ്ടും രണ്ട് പാർട്ടിക്കിൾസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചിരിക്കുകയാണ്. ഒരു ഇലക്ട്രോണും പ്രോട്ടോണും. രണ്ടുപേരുടെയും ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എങ്ങനെയാണ്? സെയിം ആണ്. അപ്പം ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് പ്രോട്ടോൺ. സെയിം ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? സെയിം ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ്. ഓക്കെ, ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? എക്സ്പ്ലെയിൻ വിച്ച് ഓഫ് ദി ടു ഹാസ് മോർ കൈനറ്റിക് എനർജി. ഇവർ രണ്ടുപേരിൽ ആർക്കാണ് കൈനറ്റിക് എനർജി കൂടുതൽ? അപ്പോൾ നമുക്ക് ആ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഇൻ ടേംസ് ഓഫ് കൈനറ്റിക് എനർജി വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, കൈനറ്റിക് എനർജിയുടെ ടേംസിൽ ലാംഡ ഈസ് ഈക്വൽ ടു h/√2me ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതാം? ഇലക്ട്രോണിന്റെ എഴുതുവാണെങ്കിൽ h/√2 ടൈംസ് മാസ് ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഈക്വൽ ടു h/√2 ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ ഇൻറ്റു കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ. ഒരുപോലെയുള്ള ടേംസ് വെട്ടിക്കളയത്തില്ലേ? കളയാം. ഇതെല്ലാം വെട്ടിക്കളഞ്ഞ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മാസ് ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഈക്വൽ ടു മാസ് ഓഫ് പ്രോട്ടോൺ ഇൻറ്റു കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ഒക്കെ മാസ് അറിയാം. ഇലക്ട്രോണിന്റെ മാസ് എത്രയായിരുന്നു? മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം. ഓക്കെ, മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് 1.67 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം. ഇത് രണ്ടിൽ ആരാ കൂടുതൽ? ഇലക്ട്രോൺ. അപ്പോൾ മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് പ്രോട്ടോൺ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനർജി തമ്മിലുള്ള റിലേഷൻ എങ്ങനെ വരും? എനർജി തമ്മിലുള്ള റിലേഷൻ എഴുതുമ്പം എനർജി ഓഫ് ഇലക്ട്രോൺ ഈസ് ലെസ് ദാൻ എനർജി ഓഫ് പ്രോട്ടോൺ അല്ലേ. സോറി, റിലേഷൻ എഴുതിയപ്പം തിരിഞ്ഞുപോയി. ആരുടെ മാസ് ആണ് കൂടുതൽ? മാസ് ഓഫ് പ്രോട്ടോൺ ആണ് കൂടുതൽ. മാസ് ഓഫ് പ്രോട്ടോൺ ആണ് കൂടുതലെങ്കിൽ എനർജി ഓഫ് ഇലക്ട്രോൺ ആണ് കൂടുതൽ. കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ കൂടുതൽ.
10⁻31 10⁻27 മാസസ് വരുന്നത്. -31 കുറവും -27 കൂടുതലാണ്. ഓക്കെ, അപ്പം കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഈസ് ഗ്രേറ്റർ ദാൻ കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ. എപ്പോഴാണ്? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഇവരുടെ രണ്ടുപേരുടെയും സെയിം ആവുമ്പോൾ. അപ്പം എങ്ങനെയാണ് റിലേഷൻ ഡിറൈവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പം നമ്മൾ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ഫിസിക്സിന്റെ ചാപ്റ്റർ റിവൈസും ചെയ്തു. ടോപ്പിക്സ് ഫുൾ കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. അപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ ബോർഡ് എക്സാമിന് നമ്മളോട് ചോദിക്കുന്നത്. അപ്പം വീണ്ടും വീണ്ടും പരീക്ഷയുടെ ആ ഒരു സമയം വരെ, ബോർഡ് എക്സാമിൻ്റെ ടൈം വരെ നിങ്ങൾ ഈ റിവിഷൻ പ്രോസസ്സ് മിസ് ചെയ്യരുത്. റിവിഷൻ നല്ലപോലെ ചെയ്യണം. നന്നായിട്ട് റിവൈസ് ചെയ്യുന്നവർക്കാണ് ബോർഡ് എക്സാമിന് നല്ല സ്കോർ വാങ്ങിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, നല്ലപോലെ എക്സാംസുകൾ എഴുതുക. ഓരോ എക്സാം കഴിയുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഫോൾട്ട് എവിടെയാണെന്ന് മനസ്സിലാക്കുക, അത് കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്ത് ഫൈനൽ ബോർഡ് എക്സാമിന് നല്ലപോലെ പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.